എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു കൂൺ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നോൺ വെജൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ നോൺ വെജിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നോയമ്പൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ നോയമ്പ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കൂണ് നാട്ടിൽ പോയപ്പം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അവിടെ നിന്നൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കൂണാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്ന ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കൂണ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മളിത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. ഒരു 15 മിനിറ്റെങ്കിലും ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഇനി ഈ കൂണ് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് ഇപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു സവാള ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കൂണിൻ്റെ അളവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മളിനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടാം. ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ചീനിച്ചട്ടി എന്ന് പറയുന്നത് ഇൻഡസ് വാലിയുടെ ചീനിച്ചട്ടിയാണ്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ കുരുമുളക് ഇപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കൂണിൽ അത്യാവശ്യത്തിനുള്ള വെള്ളമുണ്ട്. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടച്ചു വെച്ച് നമുക്കിത് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ചീനിച്ചട്ടി വന്നിട്ട് നല്ല അടി കട്ടിയുള്ള വെയിറ്റുള്ള ചീനിച്ചട്ടിയാണ്. നമ്മൾ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ചീനിച്ചട്ടിയാണ്. ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മൾ നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് സ്റ്റീൽ ചീനിച്ചട്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂണൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ഒരു 1/4 മുറി തേങ്ങ ചിരകിയത് ഫ്രഷ് ആയിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തു. തേങ്ങ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ വളരെ ചെറുതായിട്ട് തിരിങ്ങിയിട്ടാണ് ചേർക്കുന്നത്. തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ തോരൻ നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. അവസാനം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ രുചികരമായിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂണ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്